Hello friends, welcome to SAT, Centers Tuition Center Madathumbadi, free education to all. Please subscribe to our YouTube channel for new updates. നമ്മൾ പഠിക്കാൻ പോകുന്നത് സമാന്തര ശ്രേണികൾ SSLC മാത്സ് പാർട്ട് 8 ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ എങ്ങനെയാണ് ഒരു ശ്രേണിയിലെ അഞ്ചാമത്തെ പദമോ ആറാമത്തെ പദമോ അല്ലെങ്കിൽ പത്താമത്തെ പദമോ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ എങ്ങനെയാണ് കാണേണ്ടതെന്ന് ഇതിന് മുന്നത്തെ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചു. തീർച്ചയായിട്ടും ഈ പാർട്ട് കാണുന്നതിന് മുന്നേ അതിന് മുന്നേയുള്ള പാർട്ട് 1 മുതൽ 7 വരെയുള്ള ഭാഗങ്ങൾ കണ്ടതിന് ശേഷം ഈ ഭാഗം കാണുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ നമ്മൾ അന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ആ ഫോർമുല ഒന്ന് റിവൈൻഡ് ചെയ്യാം. എന്താണ്? xn is equal to x1 plus n minus 1 into d. ഇവിടെ ഒരു സമാന്തര ശ്രേണി, ഫോർ എക്സാമ്പിൾ 3, 5, 7, 9 ഇങ്ങനെയുള്ള ഒരു സമാന്തര ശ്രേണിയിലെ തൊട്ടടുത്ത പദം ഇതാണ് നമ്മൾ കാണാൻ ചോദിച്ചത്. അത് എത്രാമത്തെ പദമായിട്ട് വരും? 1, 2, 3, 4, 5 അഞ്ചാമത്തെ പദം അല്ലേ? അപ്പോൾ n സമം 5 അഞ്ചാമത്തെ പദമാണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഫോർമുലയിൽ എന്നിന്റെ സ്ഥലത്ത് എന്ത് ചെയ്യുക? 5 എന്ന് കൊടുക്കുക. x5 is equal to x1. എന്താണ് x1? ഈ ശ്രേണിയിലെ ആദ്യത്തെ പദമാണ് എന്ത്? x1. അത് 3 ആണ്. 3 പ്ലസ് ഒരു ബ്രാക്കറ്റ് ഇടുക n. എന്താണ് n? n 5 അഞ്ചാമത്തെ പദമാണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, 5 മൈനസ് 1 ഇൻറ്റു d. എന്താണ് d? പൊതുവ്യത്യാസം. അത് വളരെ എളുപ്പമല്ലേ? തൊട്ടടുത്തുള്ള രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കണ്ടാൽ മതി. 5 മൈനസ് 3 2, അല്ലെങ്കിൽ 7 മൈനസ് 5 അതും 2. പൊതുവ്യത്യാസം 2. ഓക്കെ, ദ ആൻസർ ഈസ് 3 പ്ലസ് 5 മൈനസ് 1 4. 4 ഇൻറ്റു 2. സോ ദിസ് ഈസ് ഈക്വൽ ടു 3 പ്ലസ് 3 പ്ലസ് 8 എത്രയാ? 9, 10, 11. ശരിയല്ലേ? ഈ ശ്രേണിയിൽ നോക്കൂ, രണ്ട് വിധമാണ് കൂടി പോകുന്നത്. 3 പ്ലസ് 2 5, 5 പ്ലസ് 2 7, 7 പ്ലസ് 2 9. തീർച്ചയായിട്ടും അടുത്ത പദം 9 പ്ലസ് 2 11 ആയിരിക്കും. കണ്ടോ? അപ്പോൾ അഞ്ചാമത്തെ പദം കാണാൻ നമ്മൾ എന്താ ചെയ്തത്? ജസ്റ്റ് ഈ എന്നിന്റെ സ്ഥലത്ത് എന്ത് കൊടുത്തു? എന്നിന് പകരം 5 എന്ന ഒരു സംഖ്യ കൊടുത്തു. അങ്ങനെ ഈ ഫോർമുല ഉപയോഗിച്ച് xn is equal to x1 plus n minus 1 into d, ഈ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് എത്രാമത്തെ പദം വേണമെങ്കിലും കാണാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 10ാമത്തെ പദോ 12ാമത്തെ പദോ 100ാമത്തെ പദോ അങ്ങനെയൊക്കെ ചോദിച്ചാൽ എപ്പോഴും ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ വേറെ എന്തെങ്കിലും മാർഗമുണ്ടോ? നമുക്ക് നോക്കാം. നോക്കൂ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അഞ്ചാമത്തെ പദമാണ്. നമ്മുടെ ആദ്യത്തെ പദം എന്തായിരുന്നു? ആദ്യത്തെ പദം 3, ഓർമ്മയുണ്ടോ? പൊതുവ്യത്യാസം എന്തായിരുന്നു? പൊതുവ്യത്യാസം 2. അപ്പോൾ ഒരു ശ്രേണിയിലെ ആദ്യത്തെ പദവും പൊതുവ്യത്യാസവും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ ഫോർമുലയിൽ ഒന്ന് കൊടുത്തു നോക്കാം എങ്ങനെ ഇരിക്കുമെന്ന്. xn is equal to x1 plus n minus 1 into d. ഇവിടെ നമ്മൾ x1ന്റെ സ്ഥലത്ത് 3 കൊടുക്കുന്നു, പ്ലസ് എന്നിന്റെ സ്ഥലത്ത് നമ്മൾ ഒന്നും കൊടുക്കുന്നില്ല, വെറുതെ n മാത്രം. n മൈനസ് 1 ഇൻറ്റു ഡിയുടെ സ്ഥലത്ത് നമ്മുടെ പൊതുവ്യത്യാസം 2. സോ ദിസ് ഈസ് ഈക്വൽ ടു 3 പ്ലസ് 2ഉം n കൂടി ഗുണിക്കുക. അപ്പോൾ എത്രയായി? 2n. പിന്നെ വീണ്ടും 2ഉം മൈനസ് 1 കൂടി ഗുണിക്കുക. അപ്പോൾ എത്രയായി? -2. കണ്ടോ? 2 ബ്രാക്കറ്റിന് പുറത്താണ്, അപ്പോൾ ബ്രാക്കറ്റിനകത്തുള്ള 2 പേരെയും ഗുണിക്കണം. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് n ഉൾപ്പെടുന്ന സംഖ്യ ആദ്യം എഴുതുക. പോസിറ്റീവ് 2n ആണ്. അപ്പോൾ പോസിറ്റീവ് ആയതുകൊണ്ട് നമ്മൾ എഴുതേണ്ട. നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ചിഹ്നം കാണിക്കണം. ഞാൻ പോസിറ്റീവ് ആയതുകൊണ്ട് എഴുതുന്നില്ല, പോസിറ്റീവ് ചിഹ്നം കാണിക്കുന്നില്ല, 2n എഴുതി. അതിനുശേഷം രണ്ട് സംഖ്യകൾ ഇവിടെ വന്നിട്ടുണ്ട്, കണ്ടോ? അതിനകത്ത് പോസിറ്റീവ് സംഖ്യ ആദ്യം എഴുതുക. ഇതാണ് പോസിറ്റീവ് അല്ലേ? അതെഴുതി. അതിനുശേഷം നെഗറ്റീവ് സംഖ്യ എഴുതുക. നെഗറ്റീവ് സംഖ്യ എഴുതി, കണ്ടോ? അപ്പോൾ ഇനിയിപ്പോൾ എന്ത് മനസ്സിലായി? 3 മൈനസ് 2 ഇവിടെ ചെയ്യണം, കണ്ടോ? ഇപ്പം എന്താവും ആൻസർ? ആൻസർ ഇസ് ഈക്വൽ ടു 2n. 3ന്ന് 2 പോയി എത്രയാ? 1. 2n പ്ലസ് 1.
എന്താണ് ആൻസർ? 2n പ്ലസ് 1. xn is equal to 2n പ്ലസ് 1. എന്താ ഇതിന്റെ അർത്ഥം? xn എന്ന് പറഞ്ഞാൽ 2n പ്ലസ് 1. അങ്ങനെ നമുക്ക് നേരത്തെ കണ്ടുപിടിച്ച പോലെ നേരത്തെ നമ്മൾ അഞ്ചാമത്തെ പദം കണ്ടുപിടിച്ചത് ജസ്റ്റ് 5 എന്ന് കൊടുത്താൽ മതി. സീക്വൽ എന്താണ്? 2 ഇൻറ്റു 5 പ്ലസ് 1 സീക്വൽ ടു 10 പ്ലസ് 1 സീക്വൽ ടു 11. കണ്ടോ? നേരത്തെ കിട്ടിയ അതേ ആൻസർ അല്ലേ? അപ്പോൾ നമ്മൾ എപ്പോഴും ഇത്രയും സ്റ്റെപ്പ് ചെയ്യാതെ ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഓരോ ശ്രേണിക്ക് ഇങ്ങനെ ഒരു വാചകം ഉണ്ടാവും. നമ്മളതിനെ ബീജഗണിത വാചകം എന്ന് പറയും. ഈ വാചകം കണ്ടുപിടിച്ചാൽ വളരെ എളുപ്പമാണ്. അഞ്ചാമത്തെ പദം ചോദിച്ചാൽ എന്നിൻ്റെ 5 എന്ന് കൊടുത്താൽ മതി. 100ാമത്തെ പദം ജസ്റ്റ് എന്നിൻ്റെ സ്ഥലത്ത് എന്താ മതി? 100 എന്ന് കൊടുത്താൽ മതി. 100 2 200 പ്ലസ് 1 201. കണ്ടോ? അപ്പോൾ ഈ ബീജഗണിത വാചകം കണ്ടെത്തുക, അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, സമാന്തര ശ്രേണികളുടെ ബീജഗണിത വാചകങ്ങൾ, ആൽജിബ്ര ഓഫ് അരിത്തമാറ്റിക് സീക്വൻസസ്. ക്ലിയർ? നോക്കൂ, ഇവിടെ കുറേ സമാന്തര ശ്രേണികളുണ്ട്. ഈ ശ്രേണികളൊക്കെ നമ്മൾ തുടർന്ന് ഇതിന് മുന്നുള്ള ക്ലാസ്സുകളിലൊക്കെ കേട്ടിട്ടുള്ളതാണ്. നമുക്ക് നോക്കാം. ഇതിനകത്ത് ഇപ്പോൾ നമ്മളിപ്പോൾ ചെയ്തതാണ് ഈ ശ്രേണി അല്ലേ? ഈ ശ്രേണി നമുക്ക് ചെയ്തപ്പോൾ ഒരു ആൻസർ കിട്ടി. എന്തായിരുന്നു? 2n പ്ലസ് 1 അല്ലേ? അതുപോലെ നമുക്ക് ഈ ശ്രേണി ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ശ്രേണി ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? എന്തൊക്കെയാണ് നമ്മുടെ കയ്യിൽ വേണ്ടത്? ഫസ്റ്റ് ടേം അറിയണം. അതെവിടെയുണ്ട്? 9.8. ഇനി എന്താണ് അറിയേണ്ടത്? പൊതുവ്യത്യാസം അറിയണം. അതിന് ഇതിൽ നിന്ന് 19.6 9.8 കുറച്ചാൽ മതി. ഫസ്റ്റ് ടേം x1 എത്രയാണ്? 9.8. ദെൻ കോമൺ ഡിഫറൻസ് d, പൊതുവ്യത്യാസം കാണാൻ 19.6 മൈനസ് എന്താണ് 9.8 ചെയ്യാം. ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? 9.8 തന്നെ ആൻസർ കിട്ടും. ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? x1 ആദ്യത്തെ പദം കിട്ടി, പൊതുവ്യത്യാസം കിട്ടി. ഇനി നമുക്ക് നമ്മുടെ ഫോർമുല എഴുതാം. ഫോർമുല xn is equal to x1 plus n minus 1 into d. ഓക്കെ, that is equal to x1. x1 എത്രയാണ്? 9.8. 9.8 പ്ലസ് എന്നിന് വില കൊടുക്കരുതേ, n minus 1 into d. d എത്രയാണ്? ഡിയും 9.8. വളരെ രസകരമായിരിക്കുന്നു അല്ലേ? ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇനി ബ്രാക്കറ്റിൻ്റെ അകത്തേക്ക് 9.8 നമ്മൾ എന്ത് ചെയ്യണം? ഗുണിക്കണം. നമുക്കൊന്ന് ഗുണിക്കാം. ഇവിടെ ഉള്ള 9.8 അവിടെ തന്നെ ഇടാം. പ്ലസ് 9.8 ഇൻറ്റു n എന്ത് വരും? 9.8n. 9.8 ഇൻറ്റു മൈനസ് 1 എന്ത് വരും? മൈനസ് 9.8. ഇനി എന്താണ് സാറ് പറഞ്ഞത്? n ഉൾപ്പെടുന്ന സംഖ്യ ആദ്യം എഴുതണം. എന്താണ്? 9.8n. ദെൻ പോസിറ്റീവ് സംഖ്യ എഴുതണം. പ്ലസ് 9.8. ദെൻ നെഗറ്റീവ് സംഖ്യ എഴുതണം. മൈനസ് 9.8. നോക്കൂ, ഇവർ തമ്മിൽ എന്താ? 9.8 ന്ന് 9.8 കുറഞ്ഞാൽ ഉത്തരം എന്താ? 0. സോ ഇത് പോയി. ഉണ്ടോ? ഇതിൻ്റെ ഉത്തരം 0. ഇവിടെയോ ബാക്കിയുള്ളത് 9.8n. സോ ഇതാണ് ആൻസർ, 9.8n. ആൻസർ എന്താണ്? 9.8n. ക്ലിയർ? നമുക്ക് ഇനി അടുത്ത പ്രോബ്ലം നോക്കാം. 1000, 1000, 995, 990, 985. കണ്ടോ? ഇതിനകത്ത് നമുക്ക് ഇനി കാണാൻ എന്തൊക്കെ വേണം? x1 വേണം, ആദ്യ പദം. ഇത് എടുക്കണു 1000. ഇനി എന്ത് വേണം? പൊതുവ്യത്യാസം വേണം, d. d കാണാൻ രണ്ടാമത്തെ പദമായ 995 മൈനസ് 1000. ഉണ്ടോ? അപ്പോൾ 995 1000 കുറയ്ക്കാൻ പറ്റില്ലല്ലോ. എന്താ ആൻസർ കിട്ടും? മൈനസ് 5. ഡിയും കിട്ടി. ഇനി നമുക്ക് ഫോർമുല എഴുതാം. ഫോർമുല എന്താ? xn is equal to x1 plus n minus 1 into d. Okay, that is equal to x1. x1 എത്രയാണ്? 1000 plus n minus 1 into d. d എത്രയാണ്? മൈനസ് 5. Okay, so this is equal to 1000 plus minus 5 into n minus 5n. കണ്ടോ? മൈനസ് 5 into minus 1
മൈനസ് ഇൻറ്റു മൈനസ് പോസിറ്റീവ്. നെഗറ്റീവ് നെഗറ്റീവ് കൊണ്ട് ഗുണിച്ചാൽ പോസിറ്റീവ്. 5 ഇൻറ്റു 1 5. ഓക്കെ, ഇനി നമ്മൾ എന്താ പഠിച്ചേക്കണ? n ഉൾപ്പെടുന്ന സംഖ്യ ആദ്യം എഴുതണം. എന്നിന്റെ ചിഹ്നം എന്താ? മൈനസ്. അപ്പൊ മൈനസ് എഴുതാം. -5n. ഇവിടെ കണ്ടോ, ഒരു മൈനസും പ്ലസും വന്നിട്ടുണ്ട്. അങ്ങനെ വന്ന മൈനസിനാണ് മുൻഗണന. ഓക്കെ, അതിനുശേഷം എന്താ പറഞ്ഞത്? പോസിറ്റീവ് സംഖ്യ എഴുതാം. ഇവിടെ 1000 പോസിറ്റീവാണ്, 5 പോസിറ്റീവാണ്. അപ്പൊ ആര് വേണമെങ്കിലും ആദ്യം എഴുതാം. ഞാൻ 1000 എഴുതി. ഓക്കെ, പ്ലസ് പിന്നെന്ത് എഴുതി? 5 കൂടി എഴുതി. ഇപ്പൊ എനിക്ക് എന്താ ആൻസർ? ഇപ്പോ -5n. ഓക്കെ, -5n പ്ലസ് 1000 എത്രയാണ്? 5. കണ്ടോ? ക്ലിയർ? അപ്പൊ നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ എന്താണ്? -5n ആദ്യം എടുക്കുന്നു. അങ്ങനെ എഴുതിയെന്ന് പറയാൻ തെറ്റൊന്നുമില്ല. ഒരു മെനക്ക് എഴുതാകുമ്പോൾ നമുക്ക് എന്ത്? 1005 ആദ്യം എഴുതാം. അതല്ലേ ഒരു സുഖം, കാണാൻ രസമാണ്. അപ്പൊ നമുക്ക് 1005 -5n അങ്ങനെ എഴുതാം. ഓക്കെ, ഇങ്ങനെ എഴുതിയെന്ന് പറയാൻ തെറ്റൊന്നുമില്ല കേട്ടോ. അപ്പോൾ അങ്ങതാണ് n-ാമത്. ഇനി നിങ്ങളോട് ചോദിക്കണം, ഈ പോകുന്ന ശ്രേണിയിൽ 100ാമത്തെ പദം എത്രയാന്ന് വെച്ചാൽ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ n-ന്റെ സ്ഥലത്ത് 100 എന്ന് കൊടുത്താൽ മതി. മനസ്സിലായോ? ഓക്കെ, അടുത്തതേ ഈ കണക്ക് നോക്കാം. 4, 8, 12, 16. അപ്പോൾ അവിടെ ആദ്യത്തെ പദം 4, പൊതുവ്യത്യാസം എത്രയാണ്? 8. രണ്ടാമത്തെ പദം 8. ഓക്കെ, അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ആദ്യത്തെ പദം കുറയ്ക്കണം. 4. ഉത്തരം എന്താ? 4. ഓക്കെ, അപ്പൊ പൊതുവ്യത്യാസം എന്ത് കിട്ടി? 4 എന്ന് കിട്ടി. ക്ലിയർ? ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫോർമുല എഴുതാം. xn = x1 പ്ലസ് n - 1 ഇൻറ്റു t. ക്ലിയർ? ഇനി xn സമം x1. എന്താണ് x1? 4. ഓക്കെ, 4 എഴുതി. പ്ലസ് n - 1 ഇൻറ്റു d എത്രയാണ്? അതും 4 എഴുതി. ക്ലിയർ? ദെൻ 4 പ്ലസ് ഈ 4 കൊണ്ട് n-നെ ഗുണിച്ചു. അപ്പൊ എന്താണ്? 4n 4n. ഇനി 4 കൊണ്ട് -1-നെ ഗുണിച്ചു. ഓക്കെ, അപ്പൊ എന്താണ്? -4. ഇനി എന്ത് ചെയ്യണം? ആദ്യം n അടങ്ങുന്ന പദം എഴുതണം. 4n. ദെൻ പോസിറ്റീവ് സംഖ്യ എഴുതണം. +4. ദെൻ നെഗറ്റീവ് സംഖ്യ എഴുതണം. -4. നമുക്ക് 4 - 4 0. ബാക്കി ആൻസർ 4n. ക്ലിയർ? മനസ്സിലായോ? നമ്മൾ n 2 എന്ന് കൊടുത്താലോ? 4 × 2 8. കണ്ടോ? രണ്ടാമത്തെ പദം കിട്ടും. n 3 കൊടുത്താലോ? 4 × 3 12. കണ്ടോ? മൂന്നാമത്തെ പദം കിട്ടും. അങ്ങനെ എത്രാമത്തെ പദം വേണമെങ്കിലും നമുക്ക് ഇവിടെ n-ന്റെ വില കൊടുത്ത് കണ്ടെത്താം. അതിനെയാണ് നമ്മൾ ബീജഗണിതം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി അടുത്ത പ്രോബ്ലം നമുക്ക് ഇവിടെ 360 360 360 360. ഫസ്റ്റ് ടൈം എത്രയാണ്? 360. ഓക്കെ, പൊതുവ്യത്യാസം കാണാൻ എന്ത് ചെയ്യണം? രണ്ടാമത്തെ പദത്തിൽ നിന്ന് ആദ്യത്തെ പദം കുറയ്ക്കണം. അപ്പൊ 360 മൈനസ് 360 എന്താ ഉത്തരം? 0. ഇനി n-ാം പദം കാണാനുള്ള സമയം xn = ആദ്യ പദം പ്ലസ് n - 1 ഇൻറ്റു d. എന്താണ് ആദ്യ പദം? ആദ്യ പദം 360 പ്ലസ് n - 1 ഇൻറ്റു d എത്രയാണ്? 0. നമുക്കറിയാലോ 0 കൊണ്ട് ഏത് സംഖ്യനെ ഗുണിച്ചാലും ഉത്തരം 0. പ്ലസ് പിന്നെ ബാക്കി ആരേ ഉള്ളൂ? 360. മനസ്സിലായോ? സോ ദ ആൻസർ ഈസ് 360. വെറും 360. അപ്പൊ n-നെ എത്രാമത്തെ പദം എടുത്താലും എന്താ? 360 തന്നെ. കാരണം ഇവിടെ 0 വീതമാണ് കൂടിപ്പോകുന്നത്. ഓക്കെ, അടുത്ത പ്രോബ്ലം നോക്കാം. ഇവിടെ x1 സമം 1, കോമൺ ഡിഫറൻസ് d എന്ന് പറഞ്ഞാൽ 4 ന്ന് നമ്മൾ എന്ത് ചെയ്യണം? 1 കുറയ്ക്കണം. 4 - 1 = 3. അപ്പോ xn സമം എന്താണ്? ഫസ്റ്റ് ആദ്യ പദം പ്ലസ് n - 1 ഇൻറ്റു d. ഓക്കെ, ആദ്യ പദം എത്രയാണ്? 1 പ്ലസ് n - 1 ഇൻറ്റു d എത്രയാണ്? 3. So this is equal to 1 plus 3 into n 3n 3 into -1 -3. കണ്ടോ? സോ ആദ്യം n ഉൾപ്പെടുന്ന സംഖ്യ എഴുതുക 3n. ദെൻ പോസിറ്റീവ് സംഖ്യ എഴുതുക +1. ദെൻ നെഗറ്റീവ് സംഖ്യ എഴുതുക -3.
എത്രയാണ് 1 മൈനസ് 3 ഈക്വൽ ടു -2. വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലിയ സംഖ്യയുടെ ചിഹ്നം കൊടുക്കണം. ഇവിടെ വലുത് 3 ആണ്, ചെറുത് 1 ആണ്. വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുമ്പോൾ 3 ന് 1 കുറയ്ക്കുമ്പോൾ 2 കിട്ടും. 3ന്റെ ചിഹ്നമായ അത് കൊടുക്കണം, നെഗറ്റീവ് കൊടുക്കണം, വലിയ സംഖ്യയുടെ ചിഹ്നം കൊടുക്കണം. ഓക്കെ, അപ്പോൾ ആൻസർ ഈസ് 3n - 2. ക്ലിയർ? ഓക്കെ, ഇങ്ങനെ നമുക്ക് എല്ലാ ശ്രേണികളുടെയും ഇങ്ങനെ എന്താണ് ബീജഗണിത വാചകം കണ്ടെത്താനായിട്ട് സാധിക്കും. മനസ്സിലായോ? ക്ലിയർ? സമാന്തര ശ്രേണികളുടെ ബീജഗണിതം നമ്മളിപ്പോൾ കണ്ട ബീജഗണിതത്തിലൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു എന്താണ്, ഒരു n ഉൾപ്പെടുന്ന ഒരു സംഖ്യ. ഫോർ എക്സാമ്പിൾ 3n + 1 കണ്ടോ, ഇവിടെ n ഉണ്ട് കണ്ടോ, n-ന്റെ ഇപ്പുറം എന്താണ് ഒരു സംഖ്യ, എക്ക് തുല്യമായിട്ട് ഒരു സംഖ്യ ഉണ്ട്. അതുപോലെ ഇവിടെ ഒരു സംഖ്യ കിടപ്പുണ്ട് കണ്ടോ. ക്ലിയർ? മനസ്സിലായോ? അപ്പോൾ നമുക്ക് 3n + 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n-ന്റെ ഒപ്പം ഒരു സംഖ്യ, ആ സംഖ്യക്ക് നമുക്ക് എന്ത് പേര് കൊടുക്കാം, a. അതുപോലെ പ്ലസിന് ശേഷം മറ്റൊരു സംഖ്യ, ആ സംഖ്യക്ക് എന്ത് പേര് കൊടുക്കാം, b. അപ്പൊ ഏതൊരു സമാന്തര ശ്രേണിയുടെയും ബീജഗണിത വാചകം ഇങ്ങനെ ഇരിക്കും. എങ്ങനെ? an + b. ഇവിടെ എയും ബിയും സംഖ്യകളാണ്. ക്ലിയർ? അപ്പൊ നമുക്ക് ഏത് സമാന്തര ശ്രേണിയെയും xn = an + b എന്ന രൂപത്തിൽ എഴുതാം. ക്ലിയർ? മറിച്ച് ഈ രൂപത്തിലുള്ള ഏതൊരു ശ്രേണിയും എന്താണ്, സമാന്തര ശ്രേണിയാണ്. ക്ലിയർ? Thank you friends. Please subscribe to our YouTube channel for new updated videos.